തിരുപ്പിറവിയിലേക്കുള്ള കാത്തിരിപ്പ് ഒന്നാം ദിനം. പരിമിതികളില്ലാത്ത ദൈവം, അനന്ത സ്നേഹസാന്ദ്രമായ ദൈവം മനുഷ്യന്റെ പരിമിതികളിലേക്ക് ഇറങ്ങി വന്ന ദിനമാണ് ക്രിസ്മസ്. ബൈബിളിലൂടെ കണ്ണോടിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും, സഹസ്രാബ്ദങ്ങളായി കാത്തിരുന്ന രക്ഷകൻ പിറക്കാൻ പോകുമ്പോൾ ആ രക്ഷകനെ ആദ്യം കാണുവാനുള്ള വിളി ലഭിച്ചത് സത്രം ഉടമകൾക്കായിരുന്നു. പാവപ്പെട്ട മരിയാശാരി ജോസഫും മറിയവും സത്രത്തിന്റെ വാതിൽ ഓരോന്നും മുട്ടിവിളിച്ചപ്പോൾ ആ വാതിലുകൾ അവർക്കെതിരെ കൊട്ടിയടക്കപ്പെടുകയാണ് ചെയ്തത്. കാരണം അവർക്ക് അവിടെ ഇടമില്ലായിരുന്നു. യഥാർത്ഥത്തിൽ സത്രത്തിൽ ഇടമില്ലാതിരുന്നതാണോ കാരണം? പാവപ്പെട്ട ആ മരിയാശാരി ജോസഫിന്റെ സ്ഥാനത്ത് ഒരു ചക്രവർത്തി കുമാരനായിരുന്നെങ്കിൽ, ഒരു പണക്കാരനായിരുന്നെങ്കിൽ, ഒരു പ്രഭുകുമാരൻ ആയിരുന്നെങ്കിൽ തീർച്ചയായും അവർക്ക് അവിടെ ഇടം ലഭിക്കുമായിരുന്നു. യഥാർത്ഥത്തിൽ എവിടെയാണ് ഈ സത്രം ഉടമകൾക്ക് തെറ്റുപറ്റിയത്? പാവപ്പെട്ട മരിയാശാരി ജോസഫിലും പാവപ്പെട്ട ആ പെൺകുട്ടി മറിയത്തിലും ദൈവാംശം തിരിച്ചറിയാൻ അവർക്ക് സാധിച്ചില്ല. രക്ഷകനെ തിരിച്ചറിയുവാനും അവർക്ക് കഴിഞ്ഞില്ല. നമ്മുടെയൊക്കെ ജീവിതയാത്രയിൽ നമുക്കും ഇതുപോലെയുള്ള അനുഭവങ്ങൾ ഉണ്ടാകാറില്ലേ? ദരിദ്രരിൽ, വിധവകളിൽ, ആരംഭഹീനരിൽ, സഹായം ആവശ്യമുള്ളവരിൽ ദൈവത്തെ കണ്ടെത്തുവാനും അവരെ നമ്മോട് ചേർത്ത് നിർത്തുവാനും നമുക്ക് സാധിക്കുന്നുണ്ടോ? ഇല്ല എങ്കിൽ എൻ്റെ ചെറിയ സഹോദരങ്ങളിൽ ഒരുവനെ നിങ്ങൾ ചെയ്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തത് എന്ന ആ ദൈവത്തെ മുറുകെ പിടിച്ചുകൊണ്ട് നാം കണ്ടുമുട്ടുന്നവരിൽ ഈശോയെ ദർശിക്കുവാനും സഹായം ആവശ്യമുള്ളവർക്ക് സഹായം ചെയ്യുവാനും അവരെ നമ്മോട് ചേർത്ത് നിർത്തുവാനും നമുക്ക് സാധിക്കട്ടെ. നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ മറ്റുള്ളവർക്ക് ഇടം കൊടുക്കുമ്പോൾ നമ്മുടെ കുടുംബങ്ങൾ തിരുക്കുടുംബങ്ങളായി മാറുന്നു. നമ്മുടെയൊക്കെ ഹൃദയത്തിൽ ഈശോയ്ക്ക് ജയിക്കുവാൻ ഇടം കൊടുക്കുമ്പോൾ നമ്മുടെയൊക്കെ ഹൃദയം പുൽക്കൂടായി മാറുന്നു. അതിനുള്ള കൃപയ്ക്കായി നമുക്ക് ഈ ക്രിസ്മസ് കാലത്ത് പ്രാർത്ഥിക്കാം. സ്തുതിയായിരിക്കട്ടെ.